paradise, paradise seems so far away. Still I try to buy myself. ഇപ്പം നമ്മൾ താമസിക്കുന്നത് ഈ വീട്ടിലാണ് കേട്ടോ. ഞാൻ വീഡിയോ ഒന്ന് സ്വസ്ഥമായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ തുറക്കം മുതൽ ഞാൻ ഇത് മാറിയ സമയത്ത് ഇടാഞ്ഞത് കേട്ടോ. അപ്പം നമ്മൾ വീട് മാറിയ സമയത്ത് വീട്ടിൽ പണികൾ നടക്കണേ ഉള്ളൂ. അപ്പം പണിക്കാരുടെ സാധനങ്ങളൊക്കെ കുറേ ഉണ്ട്, പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആദ്യമേ നമ്മൾക്ക് ഒരു വീട്ടിലേക്ക് ഇപ്പോൾ റെൻ്റാണെങ്കിലും സ്വന്തം വീടാണെങ്കിലും നമ്മളൊരു വീട്ടിലേക്ക് കയറുമ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ രൂപങ്ങളും പിന്നെ നമ്മുടെ പലചരക്ക് സാധനങ്ങളും ഒക്കെ ആയിട്ട് കയറണമെന്നാണല്ലോ. അങ്ങനെ ഞങ്ങൾ അരിയും അങ്ങനെ A to Z എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ രൂപമൊക്കെ കൈ പിടിച്ച് ഒപ്പം പലചരക്ക് സാധനങ്ങളും എല്ലാം ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങി അത് കൈ പിടിച്ചിട്ടാണ് ഞങ്ങൾ അകത്തോട്ട് കയറുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് തുടച്ച് അടിക്കാനും വരാനൊക്കെ ഉണ്ട്, തുടയ്ക്കാനൊക്കെ ഉണ്ട്. എന്താണെങ്കിലും നമ്മൾ താക്കോൽ വാങ്ങി ആദ്യം കയറുമ്പം ഇതും കൊണ്ട് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആദ്യമേ അങ്ങനെ കയറിയത് കേട്ടോ. അങ്ങനെ നമ്മൾ അടുക്കളയിൽ പോയി സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചു. അതിനുമ്പ് രൂപ എടുത്ത് ഒരു ഷെൽഫിലേക്ക് വെച്ചു. വീടിന് കുറച്ച് പണികളോട് ബാക്കിയുണ്ട്, എന്നാലും അവരത് പതുക്കിക്കൊണ്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതേ അപ്പോസ് കൊണ്ട് രൂപമൊക്കെ ക്രൂശ് രൂപമൊക്കെ കൊണ്ടുവച്ചു. അപ്പം നമ്മുടെ ഒരു കുഞ്ഞൊരു ചെറിയ തിരുക്കുടുംബത്തിന് രൂപമുണ്ട്, അതും കൊണ്ടുവച്ചു കേട്ടോ. എന്നിട്ട് തിരിയും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും കത്തിച്ച് വെക്കണം. ആകെ മൊത്തത്തിലൊന്ന് അടിച്ച് പറയാനും തുടയ്ക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടായുടെ ഓഫും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ എല്ലാ ദിവസവും ഓഫ് എടുക്കാൻ പറ്റില്ല. ആഴ്ച ഒരിക്കലേ ഒരു ദിവസമേ ചേട്ടയ്ക്ക് ഓഫുള്ളൂ. അപ്പം ഇടയ്ക്ക് നമുക്ക് ഓഫ് നമ്മുടെ സീല് അങ്ങനെയൊക്കെ ഉള്ളത് കിട്ടും. എന്നാലും സൺഡേ നോക്കി ഞങ്ങളങ്ങ് മാറിയത് കേട്ടോ. അങ്ങനെ ഒരു സൺഡേയിലാണ് ഞങ്ങൾ വീട് മാറിയത്. പിന്നെ നമുക്ക് പിറ്റേ ദിവസം മുതൽ പിള്ളേർക്ക് ക്രിസ്മസിൻ്റെ എക്സാം ഒക്കെ വന്ന സമയമായിരുന്നു. അവർക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അതൊക്കെയുണ്ട്. നമുക്കൊരു ഡിസംബർ ആദ്യത്തെ ആഴ്ച തന്നെ നമ്മൾ മാറിയായിരുന്നു കേട്ടോ. അങ്ങനത്തെ രൂപമൊക്കെ കത്തിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് പോയിട്ടാണ് ഞങ്ങൾ ചൂലും അടിച്ചു വാരിയും നമ്മൾ തുറക്കേണ്ട സ്പിൻ മോപ്പൊക്കെ കൊണ്ടുവന്നു. ബാക്കി കുറച്ച് സാധനങ്ങളായിട്ട് പിന്നെ നമ്മുടെ കാറിൽ തന്നെ ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. ബെഡ്, അലമാര, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം നമ്മൾ അല്ലാണ്ട് പിക്കപ്പിൽ ഷിഫ്റ്റ് ചെയ്തു. ബാക്കിയെല്ലാം നമ്മൾ കാറിൽ തന്നെ ഷിഫ്റ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. പഴയ വീട്ടിൽ നിന്ന് മാറാൻ കാരണം അവിടെ ഇത്തിരി കൺജസ്റ്റഡ് ആയിരുന്നു കേട്ടോ. പിള്ളേർക്ക് കളിക്കൊരു മിറ്റമോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. എപ്പോഴും ഇങ്ങനെ അകത്ത് ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അതായത് ഭയങ്കരമായിട്ട് നമുക്ക് ഒത്തിരി വലിയ മിറ്റമില്ല. നമ്മുടെ ടോമിനെ കെട്ടാനോ അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അത് കാരണം കുറച്ചും കൂടെ സൗകര്യം നോക്കി മാറിയതാണ് കേട്ടോ. നല്ലൊരു മിറ്റവും ഒക്കെ ആയിട്ട് പിള്ളേർക്കൊന്ന് ഓടി കളിക്കാനൊക്കെ പാകത്തിന് മിറ്റമൊക്കെ ഉള്ളതൊക്കെ നോക്കിയിട്ടൊക്കെ മാറിയതാണ്. മുറ്റത്ത് വെച്ചാൽ നമുക്കൊരു ഒരു ചൂട് സമയത്തൊക്കെയാണെങ്കിൽ നമുക്കൊരു കാറ്റ് കയറാനുള്ള ഒരു വെന്റിലേഷൻ പോലും നമുക്കവിടെ കിട്ടാനില്ലായിരുന്നു. ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറേ നാളായിട്ട് നമ്മൾ വീട് നോക്കുന്നില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഒക്കണ രീതിയിൽ ഉദ്ദേശിക്കുന്ന രീതിയിലൊരു വീട് കിട്ടിയില്ലായിരുന്നു. അപ്പം നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ഓണറിൻ്റെ തന്നെ വീട്ടിൽ നമ്മൾ നേരത്തെ താമസിച്ചിട്ടുള്ളത് ഇതെല്ലാം വേറൊരു ബിൽഡിംഗ് ആയിരുന്നു. അവരുടെ വീടിനടുത്ത് തന്നെയുള്ള ബിൽഡിംഗ് ആയിരുന്നു. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ഞങ്ങൾ അപ്സ്റ്റെയർ ആയിരുന്നു. അപ്പം എൻ്റെ മമ്മി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ജോലിക്ക് പോകുന്ന സമയത്ത് മമ്മിക്ക് മുട്ട് ചെയ്യാത്തതുകൊണ്ട് സ്റ്റെയർ കേസ് കയറി ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവിടുന്ന് മാറുന്നതായിരുന്നു. അവിടുന്ന് മാറിയിട്ടാണ് ഞങ്ങൾ ഇതിനു മുമ്പ് താമസിച്ച വീട്ടിലേക്ക് മാറിയിരുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ താമസിക്കുന്ന വീട്ടിലെ ഓണർ ചേട്ടൻ പുതിയ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്, മാറാൻ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇതിപ്പം ചേട്ടൻ പുതിയതായിട്ട് ഉണ്ടാക്കിയ ബിൽഡിങ്ങാണ്. 2 നിലയാണ്. അപ്പോൾ 2 നിലയാണെങ്കിലും മേളിൽ വേറെ ആൾക്കാർക്ക് താമസിക്കാൻ, താഴെ ഒരു കൂട്ടർ താമസിക്കാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയേക്കണത്. പക്ഷേ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് അകത്തുനിന്ന് സ്റ്റെയർ കേസ് ഇട്ടിട്ടുണ്ട്, മേളിൽ പാർട്ടീഷൻ ചെയ്തേക്കുന്നതാണ്, വാങ്ങിക്കുകയും ചെയ്യാം കേട്ടോ. ആ രീതിയിലാണ് പണിഞ്ഞേക്കുന്നത്. ഈ ഡിസംബർ, അതായത് 2025 ഡിസംബറിന് മുമ്പ് കേട്ടോ. ഡിസംബറിന് മുമ്പ് മാറണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുമാതിരി കുറേ പ്രാർത്ഥിക്കുകയും ചെയ്തായിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും ഈ ഡിസംബറിന് മുമ്പ് ഞങ്ങൾക്ക് പുതിയ വീട്ടിലേക്ക് നമ്മൾ കുറച്ച് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ആ ആഗ്രഹം പ്രകാരം വീട് മാറിക്കിട്ടണമെന്ന് ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ചതിലും പ്രാർത്ഥിച്ചതിലും ഭംഗിയായിട്ട് അങ്ങനെ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു വീട് കിട്ടി. അതിനാദ്യം ഞാൻ ദൈവത്തിന് കൂടി ഒത്തിരി നന്ദി പറയുന്നുണ്ട്. ഈവൻ വാടക വീടാണെങ്കിൽ പോലും നമുക്ക് ആഗ്രഹിച്ച പോലൊരു വീട് നമുക്ക് കിട്ടിയത് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾക്ക് പുതിയ വീട്ടിൽ നമ്മളുടെ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റി, ഉണ്ണിനെ കയറ്റാൻ പറ്റി. പിന്നെ ബിമോളുടെ ബർത്ത്ഡേയും ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയൊക്കെ പുതിയ വീട്ടിൽ ഞങ്ങൾക്ക് സന്തോഷമായിട്ട് ആഘോഷിക്കാൻ പറ്റി. അപ്പോൾ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പപ്പ വന്നിട്ടുണ്ടായിരുന്നു, മമ്മി നാട്ടിലില്ല. അപ്പോൾ അങ്ങനെ വളരെ സന്തോഷമായിട്ടുള്ളൊരു ക്രിസ്മസ് ഞങ്ങൾ ആഘോഷിച്ചു. തൊട്ടടുത്തായിരുന്നു ഞങ്ങൾ വന്നതിൻ്റെ പിറ്റേ ആഴ്ചത്തെ യൂണിറ്റ്. അപ്പോൾ അവിടെ യൂണിറ്റ് കൂടി കരോൾ കഴിഞ്ഞിട്ടുള്ള ലാസ്റ്റ്
സംഗമം നമ്മൾ കഴിഞ്ഞ ദിവസം യൂണിറ്റ് കൂടിയ അത് വീട്ടിൽ തന്നെയായിരുന്നു. യൂണിറ്റിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ അപ്പൂസാണ്. അതുകൊണ്ട് അപ്പൂസിനെ കൊണ്ടാണ് കേക്ക് കട്ട് ചെയ്ത് ക്രിസ്മസിൻ്റെ ആ ഒരു തുടക്കം കുറിച്ച് ആഘോഷിച്ചത്. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയറും ഒക്കെ എല്ലാം ഭംഗിയായിട്ട് ആഘോഷിച്ചു. അപ്പോൾ എൻ്റെ സന്തോഷം ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്താണ് കേട്ടോ. ഞങ്ങൾ 2 പേര് നേഴ്സുമാരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ അടുത്തുള്ളൊരു മെഡിക്കൽ കോളേജിലാണ് ജോലി കിട്ടിയത്. അപ്പോൾ അങ്ങനെ ജോലി കിട്ടിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്ന് വാടകയ്ക്ക് താമസിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങൾ വന്ന നാൾ തൊട്ട് ഇവിടെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ ഇടവകയിൽ കൂടി നമ്മൾ ഇവിടെ തന്നെയാണ് 5-6 വർഷമായിട്ട്. എനിക്കാണെങ്കിലും ചേട്ടായിക്കാണെങ്കിലും സ്വന്തം നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ ഒരു സന്തോഷമാണ്, ഒരു അടുപ്പമാണ് നമ്മുടെ ഈ നാടുമായിട്ടുള്ളത്. ഒരു സ്നേഹവും അടുപ്പമാണ് കേട്ടോ ഈ നാടുമായിട്ട്. നാടെന്ന് പറയുമ്പോൾ എറണാകുളം ജില്ലയിൽ തന്നെയാണ് നമ്മുടെ ശരിക്കുള്ള വീടും നമ്മളിപ്പോൾ താമസിക്കുന്ന വീടും. അപ്പോൾ നമ്മുടെ ശരിക്കുള്ള വീടും ഇപ്പോൾ താമസിക്കുന്ന വീടുമായിട്ട് ഒരു 3/4 മണിക്കൂറുടെ ദൂരമേ ഉള്ളൂ. സ്വന്തമായിട്ട് വീടില്ലാത്തവരുടെ എന്നും ഒരു സ്വപ്നം, ഒരു വലിയ ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾക്കും സ്വന്തമായിട്ട് ഒരു വീട് വാങ്ങണം. അതിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലും പ്രാർത്ഥനയിലും പ്രയത്നത്തിലും ഒക്കെയാണ് കേട്ടോ ഞങ്ങൾ. ഓരോരുത്തരുടെയും വിശ്വാസവും പ്രതീക്ഷയും പ്രാർത്ഥനയുമാണല്ലോ നമ്മൾ മുമ്പോട്ടേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ പെരുന്നാൾ ഈ വരുന്ന ആഴ്ചയാണ്. അപ്പോൾ അതിൻ്റെ നൊവേനയും കുർബാനയും ഉണ്ട് വൈകിട്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങളുടെ യൂണിറ്റിൻ്റെ കാഴ്ചവെപ്പായിരുന്നു. അതുകൊണ്ട് ഇത്തിരി നേരത്തെ പോകേണ്ടി വന്നായിരുന്നു. പിന്നെ അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാമേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്ത് കമൻറ്റും ആയിക്കോട്ടെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യാനായിട്ടോ.